ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിലെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ വിക്രത്തിന് ഭയങ്കര സന്തോഷമാണ്. വാർഡൻ പറയുന്നുണ്ട്, ഇവിടെ നിന്ന് പോയ തടിയനുണ്ടല്ലോ നിന്റെ പെങ്ങളെ കുത്തി എന്ന് പറയാണ്. സത്യമാണ് സാറേ. ഓഹോ, അത് പറഞ്ഞപ്പോ നിനക്ക് എന്തൊരു സന്തോഷാടാ എന്ന് പറഞ്ഞിട്ട് വാർഡിന് ഒരു ഒറ്റയടി വിക്രത്തിന്റെ മുഖത്തേക്ക് കൊടുക്കാട്ടോ. അത് കണ്ട് മനോഹർ പറഞ്ഞിട്ട്, സാറേ ഇവരൊക്കെ ഇവിടെ വെച്ചിട്ട് തന്നെ ഗൂഢാലോചന നടത്തിയിട്ടാണ് സാറേ പുറത്തേക്ക് പോണത്. ഇവരിനെ ഒന്നും പരോളിൽ ഇറക്കാൻ പാടില്ല സാറേ. പരോളിൽ ഇറക്കി ഇതുപോലെ ആരുടെയെങ്കിലും ജീവൻ എടുക്കും, പാവപ്പെട്ടവരുടെ ജീവൻ. കല്യാണം എന്ന് പറഞ്ഞ വേണ്ടി പെങ്ങൾ എന്തുമാത്രം പാവമാണെന്ന് അറിയാലോ. പാവമെന്നറിയാമോ, എത്രമാത്രം ക്ഷമയെ സഹനശേഷിയുള്ള പെൺകുട്ടിയാണെന്ന് അറിയാമോ. ഞാൻ ഇതുപോലത്തെ ഒരു പെൺകുട്ടിനെ കണ്ടിട്ടില്ല. ദൈവങ്ങൾ പോലും ഇത്ര ക്ഷമയുണ്ടാവില്ല സാർ. അത്ര പാവപ്പെടിച്ച ഒരു പെൺകുട്ടിയാണ് അവള്. അവളെയാണല്ലോ ദ്രോഹി നിങ്ങളൊക്കെ കൂടി ഇല്ലാതാക്കാൻ നോക്കിയത്. 10-23 വയസ്സ് വരെ അവൾ കഷ്ടപ്പെട്ടു. ഇപ്പൊ 2 വർഷമായിട്ടുള്ളൂ കിരണിന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് സന്തോഷം എന്തെന്ന് ആ പാവം അറിഞ്ഞത്. അപ്പൊ വീണ്ടും അവളെ കൊല്ലാൻ നോക്കണേ, എന്താണ് നിനക്കൊക്കെ എന്നൊക്കെ മനോഹർ ചോദിക്കുമ്പോൾ എനിക്ക് സന്തോഷമായി എന്ന് പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോവാട്ടോ. എന്നിട്ട് മാറി നിന്ന് ഒറ്റക്ക് പറയാണ്, ഹാവൂ എന്തായാലും അങ്കിള് കൊള്ളാം, അങ്കിള് പണി പറ്റിച്ചു. ഇനി അവളുടെ മരണ വാർത്ത ഒന്ന് കേട്ടാ മതി. ഈശ്വര, ഇനി മരിക്കാതെ എഴുന്നേറ്റ് വരോ? അല്ല, അങ്ങനെയാണല്ലോ ചരിത്രം. അവൾക്ക് എന്ത് അപകടം വന്നാലും അവിടുന്ന് രക്ഷപ്പെട്ടവന്റെ ജാതിയാണല്ലോ. പക്ഷെ ഈ പ്രാവശ്യം അവള് മരിക്കണം. ഇനിയിപ്പൊ അങ്കിള് ഒളിവിൽ പോയാലും കുഴപ്പമില്ല, സരയും ഉണ്ടല്ലോ, അവള് നോക്കിക്കോളും എന്ന് പറഞ്ഞിട്ട് വിക്രം സന്തോഷത്തോടെ ഇരിക്കുകയാണ്. മനോഹരാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ്, ഷോ കല്യാണിക്ക് എന്നാലും എന്തായിരിക്കും പറ്റിയിട്ടുണ്ടാവുക? വല്ല ഭയങ്കര ഗുരുതരാവസ്ഥയായിരിക്കോ, അതോ ചെറിയ മുറിവായിരിക്കോ? ഇനിയിപ്പൊ എങ്ങനെയൊന്നും അറിയാം. കുറച്ച് കഴിയുമ്പോഴും വാർഡനൊന്ന് ചോദിച്ചു നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട് മനോഹർ വാർഡന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. സാറേ, കുറച്ച് കഴിയുമ്പോ ആ കിരൺ എന്ന് പറഞ്ഞ പുള്ളിക്കാരനെ വിളിച്ചിട്ട് ഒന്ന് ചോദിക്കാവോ കല്യാണിക്ക് എങ്ങനെയുണ്ടെന്ന്? നിനക്കെന്താണ് അവർക്ക് ഇത്ര സ്നേഹം? അല്ല സാറേ, ഞാൻ ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിലും അവരെന്നോട് സ്നേഹം മാത്രമേ കാണിച്ചിട്ടുള്ളൂ. പ്രത്യേകിച്ച് കല്യാണിയും കിരണും. ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് എനിക്കൊരു അവസാന ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ബഗാസുരന്റെ തലക്കടിച്ചല്ലോ, ഹോസ്പിറ്റലിലായിരുന്നല്ലോ ഞാൻ. അന്ന് എന്റെ ഒരു അവസാന ആഗ്രഹം, എനിക്ക് എന്റെ മോളെ കാണുന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ വേണ്ടി നോക്കിയതാണ് ഈ കല്യാണി. അത്രക്ക് നല്ല പെൺകുട്ടിയാണ്. അതുകൊണ്ട് ആ പെൺകുട്ടിക്ക് ഒന്നും വരാതെ എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്തിനുണ്ടെങ്കിൽ സാർ എന്നെ വിവരം അറിയിക്കണം കേട്ടോ. ഞങ്ങൾ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വാർഡൻ അവിടെ നിന്ന് പോവാണ്. മനോഹർ പ്രാർത്ഥിക്കാണ്, ഈശ്വര കല്യാണിക്ക് നല്ലത് മാത്രം ചെയ്യണേ, കല്യാണിക്ക് നല്ലത് മാത്രം കൊടുക്കണേ, കല്യാണിക്ക് ഒരു ആപത്തും വരുത്തല്ലേ, ഇനി വേണമെങ്കിൽ എന്റെ ജീവൻ എടുത്തു, പക്ഷെ നല്ല ആൾക്കാരുടെ ജീവൻ എടുക്കല്ലേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രകാശ് ആണെങ്കിൽ വൈകിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, മോളെ കല്യാണിനെ വിളിച്ചിട്ട് കിട്ടിയില്ലേ? അവൾ എന്താ ഫോൺ എടുക്കാത്തത്? അവൾ ഇത്ര നേരം ഫോൺ എടുക്കാത്തതേ ഇല്ലല്ലോ. അച്ഛാ, ഞാൻ പറഞ്ഞില്ലേ അവർക്ക് എന്തോ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള വർക്ക് ഉണ്ട്. അപ്പൊ വർക്ക് സൈഡിലാണെന്നാ കിരൺ പറഞ്ഞത്. എന്നാലും ഞാനൊരു ആഗ്രഹം പറഞ്ഞ മോളത് സാധിച്ചു തരാറുണ്ട്. പുറത്തു പോയി ഫുഡ് കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞു. മോൾ അത് സാധിച്ചിരാതിരിക്കില്ല. നീ ഒരു കാര്യം ചെയ്യ്, ആ മൊബൈൽ എടുത്തിട്ട് ഒന്നും കൂടി വിളിച്ചു നോക്കിയാ. അച്ഛാ, അവള് വിളിക്കും അച്ഛാ എന്ന് പറയാണ്. എന്നാലും ഒന്ന് വിളിച്ചു നോക്ക് മോളെ എന്ന് പറയാണ്. കാർത്തിക വീണ്ടും വിളിക്കുമ്പോ ഫോൺ സ്വിച്ച് ഓഫ് ആട്ടോ. അത് കേട്ട് പറയുന്നുണ്ട് കാർത്തിക, അച്ഛാ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. കിരണിനെ വിളിച്ചിട്ടോ, കിരൺ ഫോൺ എടുക്കുന്നില്ല. കൊള്ളാം, എനിക്ക് എന്തൊക്കെയോ സംശയമുണ്ട്. ഞാൻ രതീഷിനെ വിളിച്ചു, രതീഷും ഫോൺ എടുക്കണില്ല. കാദംബരിയുടെ ഫോൺ സ്വിച്ച് ഓഫ്. സത്യം പറ, നിങ്ങൾക്ക് എന്താ സംഭവിച്ചത്? ചന്ദ്രസേനെ വിളിച്ചപ്പോഴേക്കും തിരക്കാന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം പറ്റിയോ? അല്ല, നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം പറ്റിയ എന്നോട് പറയില്ലല്ലോ. എനിക്ക് വല്ല ഹാർട്ട് അറ്റാക്ക് വന്ന് ഞാൻ ചത്തുപോയാലും നിങ്ങൾ പേടിച്ചിട്ട് നിങ്ങൾ ഒന്നും പറയില്ല. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. സത്യം പറ, എന്തെങ്കിലും അപകടം പറ്റുമോ? ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം പറ്റുമോ? പറ്റിയിട്ടുണ്ടെങ്കിൽ പറ. നിങ്ങളിപ്പോ മറച്ചു വെച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അറിയോ. പിന്നെ നിങ്ങൾ എന്തിനാ മറച്ചു വെക്കണത്? അച്ഛ, അങ്ങനെ ഒരു അപകടം പറ്റിയിട്ടില്ല. പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഒളിച്ചു നടക്കണത്? എന്തോ സംഭവം ഉണ്ട് മോളെ, മര്യാദക്ക് പറ മോളെ. എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടൽ പോലെ തോന്നുവാണ്. കല്യാണി മോൾക്കാണോ അപകടം പറ്റിയതെന്ന് ചോദിക്കുമ്പോ കാർത്തികക്ക് എന്ത് പറയണമെന്ന് അറിയില്ല കേട്ടോ. കാർത്തിക ആകെ വിഷമിച്ചിരിക്കുകയാണ്. പ്രകാശ് നേരെ ലക്ഷ്മിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ലക്ഷ്മി കരഞ്ഞുകൊണ്ടൊരു മൂലക്കിരിക്കായിരിക്കും. ലക്ഷ്മി, നീ എന്തിനാ വിഷമിക്കണത്? ഒന്നുമില്ല. അല്ല, എന്തോ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ ആരും എന്നോടൊന്നും പറയുന്നില്ല. എന്താ പ്രശ്നം? നിങ്ങൾ ആരെങ്കിലും ഒന്ന് വായ തുറന്ന് പറഞ്ഞാലല്ലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. ലക്ഷ്മി പറ ലക്ഷ്മി എന്ന് പറയുമ്പോ ലക്ഷ്മി പൊട്ടിക്കരഞ്ഞു പോവാണ്. പ്രകാശം ചോദിക്കണ്ടേ, എന്താ ലക്ഷ്മി, എന്താ കാര്യം? പ്രകാശേട്ടാ, വേറെ ടെൻഷനൊന്നും ആവരുത്, വലിയ കുഴപ്പമൊന്നും ഇല്ല. എന്താന്ന് വെച്ചാൽ നീ കാര്യം പറ. അത് കല്യാണി മോളും കിരൺ മോനും കൂടി സൈറ്റിലേക്ക് പോയിരുന്നു രാവിലെ. കല്യാണി മോളെ ആ ഭഗാസുർ എന്ന് പറഞ്ഞ ദുഷ്ടൻ കുത്തി. പ്രകാശേട്ടാ, നീ എന്താ പറഞ്ഞത്? കല്യാണി മോളെ കുത്തിയെന്നോ? അതെ, പക്ഷെ കുഴപ്പമൊന്നുമില്ല. ഹോസ്പിറ്റലില രതീഷും കാദംബരിയും കിരണൊക്കെ അവിടെ ഉണ്ട്. അപ്പോ നിങ്ങൾ ഇതാണ് എന്നെ അടുത്ത് മറച്ചു വെച്ചാലേ പറ്റില്ല. ഇപ്പൊ എന്റെ മോളെ കാണണം എന്ന് പറയാണ്. പ്രകാശ് ഇപ്പൊ ഒറ്റക്ക് പോവല്ലേ? ഞാൻ പോകും, ഞാൻ എന്റെ മോളെ കാണാൻ വേണ്ടി പോകും. എവിടെ? ഏത് ഹോസ്പിറ്റലാന്ന്? സിറ്റി ഹോസ്പിറ്റൽ. ശരി, ഞാൻ പോകുക. ഞങ്ങൾ കൊണ്ട് ആക്കാ അച്ഛ എന്ന് പറയുമ്പോ വേണ്ട, എനിക്ക് പോണം. നിങ്ങളെല്ലാരും എത്രയും നേരം എന്നെ മറച്ചു വെച്ചില്ലേ? എന്റെ കല്യാണി മോള് അവിടെ വേദന എടുത്ത് സഹിച്ച് കിടക്കുമായിരിക്കും. എന്റെ മോൾ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശം വേഗം ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് കേട്ടോ. അതേസമയം നമ്മുടെ രതീഷും കിരണും ആണെന്നുണ്ടെങ്കിൽ
ഉള്ള സ്ഥലത്ത് എത്തുന്നുണ്ട് കേട്ടോ. അപ്പൊ സേവ്യർ എന്ന് പറഞ്ഞ കിരണിന്റെ കൂട്ടുകാരെ വിളിച്ച് പറയുന്നുണ്ട് ആ ലൊക്കേഷനിൽ തന്നെയാണ് അയാൾ ഉള്ളത് എന്ന് പറയാണ്. അങ്ങനെ കിരണും അതുപോലെ തന്നെ രതീഷും കൂടെ അവിടെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ നോക്കുമ്പോഴാണ് ബകാസുരൻ അവിടെ ഉള്ള അടുത്തുള്ള ഒരു കടയിൽ വെള്ളം കുടിക്കാൻ വേണ്ടി കയറണത് കാണുന്നത്. രതീഷിനോട് കിരൺ പറയണ്ട് അയാൾ അവിടെ ഉണ്ട്, നമ്മുടെ കയ്യിൽ നിന്ന് ഒരിക്കലും മിസ്സാവരുത്. രതീഷ് പിന്നിൽ കൂടി വന്നോ, ഞാൻ മുന്നിൽ കൂടി പോകാം എന്ന് പറയാണ്. അങ്ങനെ രതീഷും കിരണും കൂടി മുന്നിലും പിന്നിലും കൂടി പോകാൻ വേണ്ടി ഇങ്ങനെ പതുക്കെ പാന് ആ ഭാഗത്തുനിന്ന് വേറെ ആരും ഇല്ല കേട്ടോ. പെട്ടെന്ന് തന്നെ കിരണും രതീഷും കൂടി ചേർന്ന് ബകാസുരനെ പിടിച്ച് നിലത്തേക്ക് ഇട്ട് അടിക്കുവാട്ടോ. പക്ഷെ ഇവർ രണ്ടിരട്ടി ഉണ്ട് നമ്മുടെ രാഹുല്. പക്ഷെ രാഹുലിനെ പെട്ടെന്ന് തന്നെ അവർക്ക് കീഴ്പ്പെടുത്താൻ പറ്റുന്നുണ്ട്. കിരണാണെങ്കിൽ ഒരുപാട് അടിക്കുന്നുണ്ട് കേട്ടോ. താനൊക്കെ എന്ത് ക്രൂരനാടോ, തന്നെയും തന്റെ മോളെയും തന്റെ ഭാര്യനെയൊക്കെ സംരക്ഷിച്ചത് ഞങ്ങളല്ലേടോ, തന്റെ മോളും തന്റെ ഭാര്യയൊക്കെ ചെന്ന് ഞങ്ങൾ ചതിക്കുമായിരുന്നല്ലേ, നിങ്ങൾ എല്ലാവരും കൂടി ഗൂഢാലോചന ചെയ്ത് എന്റെ കല്ലിനെ കൊല്ലാൻ നോക്കുമായിരുന്നോ എന്നൊക്കെ കിരൺ ചോദിക്കുമ്പോ രാഹുൽ വിചാരിക്കുന്നു ഈശ്വര പണി പാളിയല്ലോ, ഇവൻ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള വരവാണോ, ഇനിയിപ്പോ എന്താ ചെയ്യാന്നൊക്കെ ആലോചിക്കുകയാണ്. അപ്പോഴേക്കും കിരൺ പറയണ്ടേ രതീഷേ, ഇയാളെ വേറൊന്നും ഇയാളെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിട്ടുകൊടുക്കില്ല, ഇയാൾ ഇനി പരോളിൽ ഇറങ്ങാൻ വേണ്ടി ഇയാൾ ഉണ്ടാവാൻ പാടില്ല. അല്ല സാറെന്താ ഉദ്ദേശിക്കുന്നത്, ഞാൻ വേലുവിനെ വിളിച്ചിട്ടുണ്ട്, അവൻ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തും, നമുക്ക് കാറിൽ കയറ്റി വേലുവിന്റെ ഊരിലേക്ക് കൊണ്ടുപോകും, അതാകുമ്പോ ആരും അറിയില്ല, അവിടെ പുഴയും കൊക്കയും കുന്നും എല്ലാം ഉണ്ടല്ലോ, വേണമെങ്കിൽ മണ്ണെടുത്തിട്ട് അവിടേക്ക് കുഴിച്ചിടാം. അപ്പൊ രാഹുൽ പണ്ട് വേണ്ട മക്കളെ എന്നൊന്നും ചെയ്യല്ലേ, ഞാനിനി ഒരു തെറ്റും ചെയ്യില്ല, താൻ ഒരു തെറ്റും ചെയ്യില്ലെന്നോ, ഇനി തെറ്റ് ചെയ്യാൻ വേണ്ടി താൻ ഉണ്ടായിട്ട് വേണ്ടേടോ എന്ന് പറഞ്ഞിട്ട് രാഹുലിനെ വേലു അപ്പോഴേക്കും അവിടെ എത്തുന്നുണ്ട് കേട്ടോ. വേലും രതീഷും കിരണും കൂടി ശരിക്കും ചതച്ചമർത്തുന്നുണ്ട്. രാഹുൽ അങ്ങനെ പകുതി ചത്ത രീതിയിൽ അവിടെ കിടക്കുക കേട്ടോ. വേലുവിനോട് പറഞ്ഞു നമുക്ക് മുമ്പ് ചാക്കിൽ കെട്ടി നിന്റെ ഊരിലേക്ക് കൊണ്ടുപോയി തള്ളാമെന്ന് പറയാണ്. ശരി സാറേ, ഊരിലെ ഞാൻ നല്ലൊരു കുഴി എടുത്തിട്ടുണ്ട്, ഇയാൾക്ക് ഒരു 6 അടി കുഴി പറ്റില്ലല്ലോ, ഒരു 8-10 അടി കുഴി വേണമല്ലോ, നല്ല ആഴത്തിൽ തന്നെ കുഴി എടുത്തിട്ടുണ്ട്. പിന്നെ ആ കുഴി ചിലപ്പോ മൃഗങ്ങൾ കീറി ഭക്ഷണമാക്കാനും മതി. ഇയാളെ അപ്പൊ രതീഷ് വേണ്ട സാറേ, ഇയാളെ നമുക്ക് മരിച്ചിട്ട് കൊണ്ടിടണ്ട, ജീവനോടെ കൊണ്ടിട്ടാലോ, പുലികളും പന്നികളും എലികളും സർപ്പങ്ങളും എല്ലാം ഇയാളെ കൊത്തി തിന്നട്ടെ സാറേ, അങ്ങനെ വേദന എടുത്ത് ചാവട്ടെ ഇയാള്, പക്ഷെ ഇയാൾ തന്നെ മൃഗങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമെന്നാണ് എനിക്ക് പേടി എന്ന് വേലു പറയണം. അത് ശരിയാ, ഉഗ്രവിഷമാണല്ലോ, മൃഗങ്ങളെക്കാളും പേടിക്കേണ്ട സാധനമാ, എന്തായാലും ഇവൻ ഇവിടെ വെക്കണ്ട എന്ന് പറഞ്ഞിട്ട് കിരണും രതീഷും വേലും കൂടി രാഹുലിനെ വണ്ടിയിലേക്ക് കയറ്റിയിട്ട് വേലുവിന്റെ കാട്ടിലേക്ക് കൊണ്ടുപോട്ടോ, അവിടെ കൊണ്ടുപോയിട്ട് ഒതുക്കാനായിട്ട്. അപ്പോഴേക്കും സയോന്റെ ഉദ്ദേശമൊക്കെ കിരണം മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അവര് നേരെ വേലുവിന്റെ കാട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ കുഴിയെടുക്കുകയാണോ എന്താന്ന് അറിയത്തില്ല. രാഹുലിനെ കൊല്ലാതെ കൊല്ലാനാണ് ഇവരുടെ ഉദ്ദേശം. കാട്ടില് അങ്ങനെ മൃഗങ്ങൾക്ക് ഭക്ഷണമാക്കാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി പോവുകയാണ് രാഹുലിന് കേട്ടോ. എന്താ ആ രീതിയിലുള്ളൊരു പ്രൊമോ ആണ് കാണിച്ചത്. എന്തായാലും വീക്കെൻഡ് പ്രൊമോ ആയിട്ടൊന്നും വന്നിട്ടില്ല. അപ്പൊ നാളെ എന്തായാലും മൗനരാഗം ഉണ്ടെന്നാ തോന്നുന്നത്, ബാക്കി സീരിയൽ ആയിരിക്കും ഇല്ലാത്തത്, മൗനരാഗം മാത്രമേ ചിലപ്പോൾ ഉള്ളത്. എനിക്ക് തോന്നുന്നത് നാളെ സിനിമയും കാര്യങ്ങളൊക്കെയാണെന്ന് പറയുന്നുണ്ട്, അറിയില്ല. അങ്ങനെയാണെങ്കിൽ മൗനരാഗം ക്യാൻസൽ ആവാൻ ചാൻസ് ഉണ്ട്. 7 മണിക്കാണ് ഫിലിം, ചിലപ്പോൾ 6 മണിക്ക് 6:30 സീരിയൽ ഉണ്ടാകും. എന്തായാലും കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.